നമസ്കാരം. യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട സഹോദരി നിമിഷപ്രിയയുടെ മോചന വിഷയത്തിൽ യാതൊരു പ്രതികരണവുമില്ലാതെ തുടരുകയാണ് കേന്ദ്ര സർക്കാർ. നിമിഷപ്രിയയുടെ മോചനത്തിന് കഴിയുന്നതെല്ലാം ചെയ്യുമെന്നാണ് നേരത്തെ അവർ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ വധശിക്ഷയുമായി ബന്ധപ്പെട്ട തീരുമാനം വന്നതിനു പിന്നാലെ വിഷയത്തിൽ പ്രതികരണവുമില്ല. മോചനത്തിനുള്ള പണം എത്രയാണെങ്കിലും നൽകുവാൻ നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ തയ്യാറുമാണ്. കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി പണം ചിലവാക്കേണ്ടതുമില്ല. പക്ഷേ നയതന്ത്ര തലത്തിൽ ബ്ലഡ് മണിയുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാൻ വഴിയൊരുക്കണം എന്നാണ് ഇപ്പോൾ ആവശ്യം ഉയരുന്നത്. യമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധം ഇല്ലാത്തതാണ് നിലവിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഇറാൻ പോലെ യമനുമായി നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങളുമായി ഇക്കാര്യത്തിൽ സംസാരിക്കാൻ ഇന്ത്യക്ക് കഴിയുകയും ചെയ്യും. കേന്ദ്രം ആ വഴി ഉപയോഗിക്കണം എന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. മോചനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ സ്വീകരിച്ച നിലപാടുകൾ തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ കേന്ദ്രം വ്യക്തമാക്കും എന്നാണ് സൂചന. നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ സമർപ്പിച്ച ഹർജിയിലാണ് വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കേന്ദ്രം സ്വീകരിച്ച നടപടികൾ അറ്റോർണി ജനറൽ വഴി അറിയിക്കാനാണ് നിർദ്ദേശം. ഹർജിയിൽ ജൂലൈ 14 വാദം കേൾക്കുമെന്നും സുപ്രീം കോടതി അറിയിച്ചിരുന്നു. നിമിഷപ്രിയയ്ക്കായി കേന്ദ്ര സർക്കാർ അടിയന്തര നയതന്ത്ര ഇടപെടൽ നടത്തണം എന്നും ദയാധന ചർച്ചകൾക്കായി കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തണം എന്നുമായിരുന്നു ഹർജിയിലെ ആവശ്യം. ആക്ഷൻ കൗൺസിലിനായി മുതിർന്ന അഭിഭാഷകൻ രാഗേന്ദ് ബസന്താണ് ഹാജരായത്. നിമിഷപ്രിയയ്ക്കായി ഇടപെടണം എന്നാവശ്യപ്പെട്ട് പാർലമെന്റ് അംഗങ്ങളായ കെ രാധാകൃഷ്ണൻ, ജോൺ ബ്രിട്ടാസ്, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരും ചാണ്ടിയുമ്മൻ MLA, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എന്നിവരും രംഗത്തെത്തിയിരുന്നു. യമൻ പൗരൻ തലാൽ അബ്ദു മഹദി കൊല്ലപ്പെട്ട കേസിൽ യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ 16 നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ട്. 2017 മുതൽ യമനിലെ ജയിലിൽ കഴിയുകയാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട സഹോദരിയായ നിമിഷപ്രിയ.